പഞ്ചാബിലെ മുനിസിപ്പൽ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 48% സീറ്റുകളും വിജയിച്ച് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി വമ്പൻ വിജയമാണ് നേടിയത്. ആകെയുള്ള 1977 വാർഡുകളിൽ 958 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി വിജയിച്ചത്. ഇതിലെ ഏറ്റവും കൗതുകകരമായ വസ്തുത എന്തെന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് പൂർണ്ണമായും ബാലറ്റ് പേപ്പറിലായിരുന്നു എന്നതാണ്. സ്ഥിരമായി ഓരോ തെരഞ്ഞെടുപ്പുകളിലും രാജ്യത്താകമാനം തോൽക്കുന്ന പാർട്ടികൾ കുറ്റപ്പെടുത്താറുള്ളത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയാണ്. പല തെരഞ്ഞെടുപ്പുകളിലും BJP EVM അട്ടിമറി നടത്തിയെന്ന ആരോപണങ്ങൾ പതിവായി കേൾക്കാറുമുണ്ട്. ഇതിനിടയിലാണ് പഞ്ചാബിൽ ബാലറ്റ് പേപ്പറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ആം ആദ്മി പാർട്ടി ഗംഭീര വിജയം നേടിയിരിക്കുന്നത്. പക്ഷേ BJPക്ക് ഇവിടെ 5ാം സ്ഥാനത്ത് പോയി എന്ന് പറഞ്ഞാൽ കൂടി അത് അവരെ സംബന്ധിച്ച വലിയ തിരിച്ചടിയൊന്നുമല്ല താനും. പഞ്ചാബ് ജനത വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തിയെന്നാണ് ആം ആദ്മി നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഭഗവന്ത് മാൻ ഈ വിജയത്തെ വിശേഷിപ്പിച്ചത്. 2ാം സ്ഥാനത്തെത്തിയ കോൺഗ്രസ് പോലും ബഹുദൂരം പിന്നിലെത്തി എന്ന് മനസ്സിലാകുമ്പോഴാണ് ആം ആദ്മിയുടെ വിജയത്തിന്റെ തിളക്കം കൂടുന്നത്. മറ്റൊരു രസകരമായ വസ്തുത എന്തെന്നാൽ സ്വതന്ത്രരായി മത്സരിച്ചവർ പോലും BJPയേക്കാൾ ഇരട്ടി സീറ്റുകളിൽ വിജയിച്ചു എന്നതാണ്. രാജ്യം ഭരിക്കുന്ന BJP കിണഞ്ഞു ശ്രമിച്ചിട്ടും പഞ്ചാബിൽ എത്തി നോക്കാൻ സാധിച്ചില്ല എന്നാണ് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. മൊഹാലി, ബദിന്ദ, അബോഹർ, ബർണാല, കബുർത്തല, മോഗ, ബറ്റാല, പത്താൻകോട്ട് എന്നീ 8 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ 1897 വാർഡുകൾ ഉൾപ്പെടെ 102 മുനിസിപ്പൽ ബോഡികളിലേക്കും 75 മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും 19 നഗർ പഞ്ചായത്തുകളിലേക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 26-നായിരുന്നു വോട്ടെടുപ്പ്. ഇക്കുറി ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനവും ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജി എത്തിയിരുന്നു. പക്ഷേ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനൊപ്പം നിന്നു. സുപ്രീം കോടതിയാകട്ടെ വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിക്കുകയും ചെയ്തു. 63.94% വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പിലാകെ 1977 വാർഡുകളിലായി 7554 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നു. 80 വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ശേഷിക്കുന്നവയിൽ മെയ് 26-ന് വോട്ടെടുപ്പ് നടക്കുകയും മെയ് 29-ന് വെള്ളിയാഴ്ച വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. രാത്രി വൈകി വരെ വോട്ടെണ്ണൽ തുടർന്നു. അർദ്ധരാത്രിയോടെയാണ് അന്തിമ ഫലം പ്രഖ്യാപിച്ചത്. അന്തിമ ഫലപ്രകാരം 958 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി വിജയിച്ചത്. സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് ആപ്പിന് വളരെ പിന്നിലായി 2ാം സ്ഥാനത്തെത്താനേ സാധിച്ചുള്ളൂ. 397 സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 251 സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കാണ് വിജയം. പഞ്ചാബിലെ മുഖ്യ പ്രാദേശിക കക്ഷിയായ ശിരോമണി അകാലിദൾ 192 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ കേന്ദ്ര ഭരണ പാർട്ടിയായ BJP 172 സീറ്റുകളിൽ ഒതുങ്ങി 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബഹുജൻ സമാജ്വാദി പാർട്ടി 7ഇടത്തും വിജയിച്ചു. പഞ്ചാബിൽ തങ്ങളുടെ അടിത്തറ വികസിപ്പിക്കാനുള്ള അവസരമായാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. ED പാർട്ടിക്ക് പഞ്ചാബ് ജനത മറുപടി നൽകിയെന്നാണ് ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ പറഞ്ഞത്. സിസോദിയുടെ വാക്കുകൾ പ്രകാരം 1142 BJP സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ ED ഉപയോഗിച്ച് വേട്ടയാടിയതിന് BJPക്കുള്ള മറുപടിയായി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ പാർട്ടി നോക്കിക്കാണുന്നത്. അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായാണ് രാഘവ് ഛത്ത MP അടക്കം 7ഓളം MPമാരെ BJP പാലം വലിച്ച് സ്വന്തം പാളയത്തിൽ എത്തിച്ചത്. ഈ പാലം വലിയുടെ രാഷ്ട്രീയത്തിനുള്ള മറുപടിയായി കൂടി പഞ്ചാബ് ജനത ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം. അടിത്തറ വികസിപ്പിക്കാൻ വന്ന ഒടുവിൽ ചിത്രത്തിൽ പോലും ഇല്ലാത്ത തരത്തിൽ ഗംഭീര തോൽവി ഏറ്റുവാങ്ങിയ BJP എന്ന കേന്ദ്ര ഭരണ പാർട്ടിയുടെ പ്രസക്തി കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അടുത്ത വർഷം ആദ്യം പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ AAPയുടെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായാണ് വിലയിരുത്തപ്പെട്ടത്. തന്റെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ വിജയമെന്നാണ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞത്. പഞ്ചാബിലെ ജനങ്ങൾ പ്രതിപക്ഷത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തിയെന്നും അദ്ദേഹം പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന നിലയിലാണ് AAP തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും വിലയിരുത്തിയതും. തന്റെ ഭരണത്തെ ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള അവസരമാണ് ഇതെന്നും ഭഗവന്ത് മാൻ കണക്കുകൂട്ടി. ആ അർത്ഥത്തിൽ ഭഗവന്ത് മാൻ നയിക്കുന്ന AAP സർക്കാരിനെ ജനം വിശ്വസിച്ചു എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും
മനീഷ് സിസോദിയും ഭഗത് മാനും അടക്കം തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പറഞ്ഞത് വെറുപ്പിന്റെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയത്തെ ജനം ആട്ടിയകറ്റിയെന്നാണ്. ഈ പ്രസ്താവനയിലൂടെ വിരലുകൾ എല്ലാം ചൂണ്ടുന്നത് BJP-യിലേക്കും. പക്ഷേ അപ്പോഴും കോൺഗ്രസിനെ കാര്യമായി ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ AAP തയ്യാറായില്ല എന്നതും വസ്തുതയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. മുൻപ് അവർ ഭരിച്ചിരുന്ന ഗിഡർബഹ മുനിസിപ്പൽ കൗൺസിൽ അവർക്ക് നഷ്ടമായത് കോൺഗ്രസിനേറ്റ വലിയ തിരിച്ചടിയാണ്. അധികാര ദുർവിനിയോഗം നടത്തിയും ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുമാണ് AAP വിജയം നേടിയത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേസമയം ഒരു കാലത്ത് പഞ്ചാബിലെ ശക്തരായിരുന്ന ശിരോമണി അകാലിദളിന്റെ അവസ്ഥയും പരിശോധിക്കേണ്ടതാണ്. നഗരപ്രദേശങ്ങളിൽ പിന്തുണ നിലനിർത്താനായതായി ശിരോമണി അകാലിദൾ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും വേണ്ടത്ര ശക്തി കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ സർവേ ഫലങ്ങൾക്കൊപ്പമുള്ള നേട്ടം കൊയ്തിട്ടുമുണ്ട്. ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പഞ്ചാബ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രുജിത ഗാർഗ് എന്ന സാമൂഹ്യ പ്രവർത്തകയാണ് കോടതിയെ സമീപിച്ചത്. 2025 അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിധിയുടെ ലംഘനമാണ് ഈ തീരുമാനമെന്നാണ് രുജിത തന്റെ ഹർജിയിൽ വാദിച്ചത്. ഈ ഹർജി പൊതുതാൽപര്യം അല്ല എന്നാണ് അന്ന് പഞ്ചാബ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എതിർത്ത് വാദിച്ചത്. ഭരണഘടന പ്രകാരം ഹർജി നിലനിൽക്കില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ തമ്മിലുള്ള ബ്ലെയിം ഗെയിം അഥവാ കുറ്റപ്പെടുത്തൽ ഗെയിമിൽ പങ്കാളിയാകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി കേസ് തള്ളിയത്. സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചും ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ കേസ് എത്തിയപ്പോഴേക്കും പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്.